ഓക്കെ, ഇന്നിപ്പോൾ സെക്കൻഡ് യൂണിറ്റിലെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കുകയാണ്. അരയൊക്കെ കഴിഞ്ഞു. ഇനി അതിൻ്റെ അകത്ത് ലിസ്റ്റുകളെ പറ്റിയാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിസ്റ്റാണ് ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ എന്താണ് ലിസ്റ്റ്? ലിസ്റ്റ് മീൻസ് എ ലീനിയർ കളക്ഷൻ ഓഫ് ഡേറ്റ ഐറ്റംസ്. ഒരു ലിസ്റ്റ്, നമ്മൾ ഒരു ഗ്രോസറി സ്റ്റോറിൽ പോകാനായിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കും. അതായത് ഒരു ലീനിയർ വൺ ആഫ്റ്റർ ദി അതർ നമ്മളിങ്ങനെ ലിസ്റ്റ് എഴുതുക. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ലീനിയർ കളക്ഷൻ ഓഫ് ഡേറ്റ ഐറ്റംസ്. ഓക്കെ, ഇനി ലിങ്ക് ലിസ്റ്റ് എന്താണ്? Linked list is a linear collection of data elements called nodes. That is very important. It is called nodes where the linear order is given by pointer. എങ്ങനെയാ ലീനിയർ ഓർഡർ കിട്ടുക? പോയിന്റർ വെച്ചിട്ടാണ് കിട്ടുക. അപ്പോൾ പോയിന്റർ വെച്ച് നമുക്ക് അടുത്ത എലമെന്റ് ഏതാണെന്ന് മനസ്സിലാവും. ആ പോയിന്ററിന്റെ അഡ്രസ് ആണ് നമുക്ക് തരിക. പിന്നെ ഒരു നോഡിന് രണ്ട് ഭാഗമുണ്ട്. ഇറ്റ് ഹസ് ഗോട്ട് ടു പാർട്സ്. ദ ഫസ്റ്റ് പാർട്ട് is the element. ഫസ്റ്റ് പാർട്ടിൻ്റെ അകത്ത് എലമെന്റ് വരും. And the second part will have the link field. ലിങ്ക് ഫീൽഡ് എന്താണ്? ദിസ് വിൽ ഗിവ് ദി അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് നോഡ്. അപ്പോൾ ലിങ്ക് ഫീൽഡിൻ്റെ അകത്ത്, അപ്പോൾ ഇങ്ങനെ ഒരു നോഡാണ്. ഒരു നോഡിന് രണ്ട് ഭാഗം. ദിസ് ഇസ് എ നോഡ്. നോഡ് has got two parts. The first part will contain the element or the data item. Okay. The second part will contain the link. Link means which is an address. ഒരു അഡ്രസ്സ് ആയിരിക്കും. ആ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതോ ഒരു സ്ഥലത്ത് വേറൊരു നോഡ് ഉണ്ട്, അതിൻ്റെ അകത്തായിരിക്കും അടുത്ത എലമെന്റ് ഉണ്ടാവുക. ആ എലമെന്റിന്റെ അഡ്രസ്സ് എന്താണോ അതായിരിക്കും ഇതിൻ്റെ അകത്ത് കിടക്കുക. സോ ദിസ് ഇസ് എ പോയിന്റർ ആക്ച്വലി. ഓക്കെ, സോ ദ ഫസ്റ്റ് പാർട്ട് ഹാസ് എ എലമെന്റ് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഹാസ് ഗോട്ട് ദ ലിങ്ക് ഫീൽഡ്. ഇതൊരു നോഡാണെങ്കിൽ സപ്പോസ് ഈ നോഡിന്റെ അഡ്രസ്സ് ഞാനിപ്പോൾ 100 എന്ന് എഴുതുന്നു, ഈ നോഡിന്റെ അഡ്രസ്സ് ഞാൻ 95 എന്ന് എഴുതുന്നു. അപ്പം ഇനി അടുത്ത എലമെന്റ് ഇവിടെ ആണെങ്കിൽ ഇവിടെ എന്താ വരേണ്ടത്? 95 ആണ് വരേണ്ടത്. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ 95. ദാറ്റ് മീൻസ് ദിസ് വിൽ പോയിന്റ് ടു ദ നെക്സ്റ്റ് നോഡ്. 95 ഇങ്ങനെ ഒരു ആരോ മാർക്കാണ്. ഇനി ഇവിടെ ഇതിൻ്റെ അകത്ത് വേറൊരു എലമെന്റ് ഉണ്ടെങ്കിൽ, ഇനിയൊരു എലമെന്റ് ഉണ്ടെങ്കിൽ അടുത്ത എലമെന്റിന്റെ അഡ്രസ്സ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, സോ ദ പോയിന്റർ ഓഫ് ദ ലാസ്റ്റ് നോഡ് contains a special value called the null pointer. Last node will contain, in the link field, it will contain a special pointer called the null pointer, which is an invalid address. അപ്പോൾ ഒരു ലിസ്റ്റിന്റെ ഏറ്റവും അവസാനം കാണുന്നത് നൾ പോയിന്റർ ആയിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇതാ ഇവിടെ കാണിക്കുന്നു. ഇതൊരു ലിങ്ക് ലിസ്റ്റ് ആണ്. ഇത് നോക്ക്, ഇത് നോഡ് നമ്പർ 1, നോഡ് നമ്പർ 2, ഓക്കെ, നോഡ് നമ്പർ 3, എക്സെട്ര എക്സെട്ര അപ് ടു n. അപ്പം ഇവിടെ ഒരു സ്പെഷ്യൽ നോഡ് ഉണ്ട് വിച്ച് ഇസ് കോൾഡ് ദ സ്റ്റാർട്ട് നോഡ്. സ്റ്റാർട്ട് നോഡ് വിൽ കണ്ടെയ്ൻ, ഇറ്റ് വോണ്ട് കണ്ടെയ്ൻ എനി എലമെന്റ്. ഇറ്റ് വിൽ ഓൺലി കണ്ടെയ്ൻ, രണ്ട് സെക്ഷൻ ഉണ്ടെങ്കിലും ഈ ഭാഗത്തൊന്നും ഉണ്ടാവില്ല, ഡേറ്റ എലമെന്റിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇറ്റ് വിൽ കണ്ടെയ്ൻ ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് ഇൻ ദ ലിങ്ക് ലിസ്റ്റ്. ലിങ്ക് ലിസ്റ്റിന്റെ ആദ്യത്തെ നോഡിന്റെ അഡ്രസ് ആയിരിക്കും ഈ സ്റ്റാർട്ട് നോഡിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിന്റെ അടുത്ത് എവിടെ കിടക്കുന്നു? അപ്പോൾ മെമ്മറിയിൽ എവിടെയൊക്കെയോ പോയി കിടക്കുകയാണ്, അതിൻ്റെ അഡ്രസ്സ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത നോഡിൽ ഇതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും, ഇതിൻ്റെ അഡ്രസ്സ് ഇതിലുണ്ടാവും. ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ നോഡ് ഇല്ലാന്ന് കാണിക്കാനാണ് നമ്മളിവിടെ എക്സ് കൊടുത്തിരിക്കുന്നത്. ദിസ് ഇസ് എ നൾ പോയിന്റർ ഓർ സം ഇൻവാലിഡ് അഡ്രസ്. ഒരിക്കലും വരാത്ത എന്തെങ്കിലും ഒരു അഡ്രസ്സ് കൊടുക്കുക, അതായത് അവിടെ വെച്ച് അവസാനിച്ചു നോഡ്. ഇനി നമ്മൾ വേറൊരു നോഡ് ഇതിൻ്റെ അറ്റത്തേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ, അറ്റത്തേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അഡ്രസ്സ് എവിടെ വരും? ദിസ് വിൽ കണ്ടെയ്ൻ address here and this will become x. Okay, so this is how you do. So the null pointer indicates the end of the list and the start node contains the address of the first node in the list. First node, start node nathu first address um null pointer end of the list ആണ് തരുന്നത്. ഇനി ഇതിനെ ആക്സസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സ്റ്റാർട്ടിന്റെ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സീക്വൻഷ്യലി വൺ ആഫ്റ്റർ ദി അതർ വി ക്യാൻ ആക്സസ് ദി നോഡ്സ്. ഇതിൻ്റെ അഡ്രസ്സ് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത എവിടെയാണെന്നറിയാം, ഇതിൻ്റെ കിട്ടിയാൽ അടുത്ത എവിടെയാണെന്നറിയാം. അപ്പോൾ ഇറ്റ് ഗോസ് ഓൺ. അപ്പം ഓരോന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ലിങ്ക് ലിസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, ഇടയ്ക്കുന്ന് കയറി ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിന്നേ പറ്റൂ. നമുക്ക് ഈ നോഡ് ആക്സസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ഹിയർ ഓൺലി. സപ്പോസ് വി വോണ്ട് ടു ആക്സസ് ദ ഫോർത്ത് എലമെന്റ്, വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ സ്റ്റാർട്ട് നോഡ്, ഗോ വൺ ആഫ്റ്റർ ദി അതർ ആൻഡ് റീച്ച് ദ ഡിസയർഡ് നോഡ്. ഓക്കെ, ഇനി അത് തന്നെയാണ് ഇതിൻ്റെ വ്യത്യാസവും. Now let us see the differences between an array and a linked list. ഒരു അറേയും ലിങ്ക് ലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസസ്. അറേ ആൻഡ് ലിങ്ക് ലിസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യും, ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്യും. അതായത് നമുക്ക് യു ഹാവ് ഫിക്സ്ഡ്
നമ്പർ ഓഫ് ഡേറ്റ ഐറ്റംസ്. നമുക്ക് കൃത്യം അറിയാം എത്ര ഡേറ്റ ഐറ്റംസ്. ഒരു ക്ലാസ്സിൽ 30 പിള്ളേരുണ്ടെങ്കിൽ 30 പിള്ളേർക്കുള്ള അരയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മളൊരു ഇനി ക്ലാസ്സിൽ കൂടാൻ ചാൻസ് ഉണ്ട്, 50 പേര് വരും, നമ്മളൊരു 50ൻ്റെ സൈസ് കൊടുക്കും. ഇനി 50-ന് കൂടിയാൽ നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. വേറെസ് ദിസ് ഹസ് ഗോട്ട് വേരിയബിൾ. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും സൈസ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാം. വേരിയബിൾ നമ്പർ ഓഫ് ഡേറ്റ എലിമെൻറ്റ്സ്, വേരിയബിൾ നമ്പർ ഓഫ് ഡേറ്റ ഐറ്റംസ് പറ്റും. ഓക്കെ, ഇതിനകത്ത് ഫിക്സ് നമ്പർ ഓഫ് ഡേറ്റ ഐറ്റംസ്, ലിങ്ക് ലിസ്റ്റിനകത്ത് വേരിയബിൾ. അതായത് ഇനി ഒരെണ്ണം ആഡ് ചെയ്യണമെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ, മെമ്മറിയിൽ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. സപ്പോസ് ഐ വോണ്ട് ടു ആഡ് ഹിയർ, ഒരു നോഡ് ആഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഇവിടെ നിന്ന് കളഞ്ഞിട്ട് ഇതിനെ ഇങ്ങോട്ട് പോയിന്റ് ചെയ്ത് ഇതിനെ ഇങ്ങോട്ട് പോയിന്റ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഇതിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുക്കുകയും ഇതിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുക്കുകയും ചെയ്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ ആഡ് ചെയ്യാം. ഇനി നമുക്കിത് കളയണമെങ്കിൽ ഇത് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് ഇതിൻ്റെ അഡ്രസ്സ് ഇങ്ങോട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ യു ക്യാൻ വേരിയബിൾ നമ്പർ ഓഫ് ഡേറ്റ എലമെൻറ്റ്സ് പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് കമ്പൈൽ ടൈമിലാണ് അറേയുടെ ഡിക്ലറേഷൻ നടക്കുക. നമ്മൾ പറയില്ലേ ഇൻറ്റ് എ ഓഫ് 10 എന്ന് പറഞ്ഞാൽ കമ്പൈൽ ടൈമിൽ നമുക്ക് കുറച്ച് സ്ഥലം എടുക്കും. ഇറ്റ് വിൽ ടേക്ക് സം സ്പേസ് ലൈക്ക് ദിസ് ആൻഡ് ഇറ്റ് വിൽ 0 to 9 സ്പേസസ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കും. വേറെസ് ലിങ്ക് ലിസ്റ്റിൽ കമ്പൈൽ ടൈമിലല്ല, ഇറ്റ് ഹാപ്പൻസ് ഡൈനാമിക്കലി ഓർ ഡ്യൂറിങ് റൺ ടൈം. ഇറ്റ് ഹാപ്പൻസ് ഡൈനാമിക്കലി. അപ്പം റൺ ടൈമിൽ റൺ ചെയ്യുമ്പോഴാണ് നമ്മൾ ആവശ്യമനുസരിച്ച് ഓരോ നോഡുകൾ എടുത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. കമ്പൈൽ ടൈമിൽ എടുക്കൂല, റൺ ടൈമിലാണ് എടുക്കുക. ഇത് സ്റ്റാറ്റിക് ആണ്, ഇത് ഡൈനാമിക് ആണ്. ഓക്കെ, ഒരിക്കലേ ചെയ്യുള്ളൂ, ഇത് ഡൈനാമിക് ആണ്. നെക്സ്റ്റ് ഇസ് here in array the elements are stored consecutively. ഇവിടെ നോക്കുക, അറേയുടെ അകത്ത് elements stored consecutively. What does that mean? ഒരെണ്ണം കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞാൽ അടുത്ത്. Okay, one after the other you have. Whereas this is stored, the elements are stored randomly. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് എലിമെൻറ്റ് ഇവിടെ ആയിരിക്കാം, പിന്നത്തെ നോഡ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും കിടക്കുന്നത്, പക്ഷേ ലിങ്ക് ഉണ്ടാവും. റാൻഡംലി എവിടെയെങ്കിലും ആയിരിക്കും കൊണ്ടുവിടുക. ഇവിടെ അറേ എന്ന് പറയുമ്പോൾ അടുത്തടുത്ത ലൊക്കേഷനിലാണ്, ഇത് അടുത്തടുത്ത ലൊക്കേഷനല്ല, ലൊക്കേഷൻ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷേ എലിമെൻറ്റ് കഴിഞ്ഞിട്ട് ഇതിന് ശേഷമുള്ള എലിമെൻറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ദ പോയിന്റർ, ബട്ട് ഇറ്റ് ഇസ് സ്റ്റോർഡ് റാൻഡംലി ഇൻ ദ മെമ്മറി. ഓക്കെ, നൗ ദ ഫോർത്ത് വൺ ഇസ് യു ക്യാൻ ആക്സസ് ദി എലിമെൻറ്റ്സ് ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റും. ദ അറേ എലമെൻറ്റ്സ് ക്യാൻ ബി ആക്സസ് ഡയറക്ട്ലി. ദാറ്റ് മീൻസ് ഇപ്പം നമുക്കൊരു എലമെൻറ്റ് നമ്പർ 8 വേണമെങ്കിൽ നമുക്ക് ആ ഇൻഡെക്സ് നമ്പർ അറിയാമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് 8ലേക്ക് പോവാം. യു ക്യാൻ ഗോ ടു ദ 8th ഇൻഡെക്സ് നമ്പർ. വെറാസ് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടല്ല, വി നീഡ് സീക്വൻഷ്യൽ ആക്സസ്. അതാണ് നമ്മൾ പറഞ്ഞത്, സ്റ്റാർട്ടിൽ നിന്ന് തന്നെ പോകണം. 8ാമത്തെ എലമെൻറ്റ് വേണമെങ്കിലും സ്റ്റാർട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് വേണം. യു ഹാവ് ടു ഗോ ടു ദ 8th നോഡ്. സീക്വൻഷ്യലി ആണ് ആക്സസ് ചെയ്യുക. ഇവിടെ ഡയറക്ട്ലി ആക്സസ് ചെയ്യുക. ഇൻഡെക്സ് നമ്പർ അറിയാവുന്നതുകൊണ്ട് അറേയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. വെറാസ് ദിസ് ക്യാൻ ബി ആക്സസ്ഡ് ഓൺലി സീക്വൻഷ്യലി ഫ്രം ദ സ്റ്റാർട്ട് നോഡ് ടു ദ ഡിസയേർഡ് നോഡ്. ഡിസയേർഡ് നോഡിൽ പോകണമെങ്കിൽ സ്റ്റാർട്ട് നോഡിൽ നിന്ന് തുടങ്ങണം. ഇനി അടുത്തത് ഇൻസേർഷൻ ആൻഡ് ഡെലിഷൻ. ഇൻസേർഷൻ ആൻഡ് ഡെലിഷൻ എങ്ങനെയാണ്, എളുപ്പമാണോ ഈസി ആണോ എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഇൻസേർഷൻ ആൻഡ് ഡെലിഷൻ ഇച്ചിരി പാടാണ്. ഇത് സ്ലോ പ്രോസസ്സ് എന്ന് പറയും. ബിക്കോസ് എന്തുകൊണ്ടാണ്, ഷിഫ്റ്റിംഗ് വേണം. നമ്മൾ പറഞ്ഞല്ലോ, ഒരു എലമെൻറ്റിനെ ഡെലീറ്റ് ചെയ്താൽ, ഇവിടെ ഇരിക്കുന്ന ഒരു എലമെൻറ്റിനെ ഡെലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എലമെൻറ്റ്സിന് മുഴുവൻ മുന്നോട്ട് നീക്കണം. ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പുഷ് ബാക്ക് ദി എലമെൻറ്റ്സ് ആൻഡ് ദെൻ ഇൻസേർട്ട്. അപ്പോൾ കുറേ ഷിഫ്റ്റിംഗ് ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് എവിടെയെങ്കിലും ഒരു മെമ്മറി ഉണ്ടെങ്കിൽ പോയിന്റർ അങ്ങ് കൊടുത്താൽ മതി. പോയിന്ററിൻ്റെ അഡ്രസ്സ് അറേയിൽ ലിങ്ക് ലിസ്റ്റിന് നമ്മൾ എന്തെങ്കിലും ഇൻസേർട്ടോ ഡെലീറ്റ് ചെയ്യണമെങ്കിൽ അവിടേക്ക് നമ്മൾ ആ അഡ്രസ്സ് മാത്രം ഒന്നും ഇൻസേർട്ട് ചെയ്താൽ മതി. സോ ദിസ് ഇസ് ഫാസ്റ്റർ ആൻഡ് ഈസിയർ. ആൻഡ് എഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പം ഇൻസേർഷൻ ആൻഡ് ഡെലിഷൻ ഇവിടെ സ്ലോ ആണ്. ബിക്കോസ് what is the reason it is slow? Because you need a lot of shifting of elements in the case of insertion and deletion in an array. Whereas in the case of a linked list, insertion and deletion is faster and easier and efficient, because if you need to insert, you just need to change the pointers. If you need to delete a node also, you just need to change the pointer address in the nodes that are associated with that node. Next is
ഇതിന് ബൈനറി സെർച്ചും പറ്റും, ലീനിയർ സെർച്ചും പറ്റും. അറേ വെച്ചിട്ട് നമുക്ക് രണ്ടും ചെയ്യാം, ബൈനറി സെർച്ച് ആൻഡ് ലീനിയർ സെർച്ച്. whereas in a linked list only linear search is possible. ബൈനറി സെർച്ച് പറ്റില്ല, ബിക്കോസ് നമുക്കത് സോർട്ടിംഗ് ഒക്കെ നടത്തണം. ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച് ചെയ്യണമെങ്കിൽ സോർട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പകുതിയാക്കി ചെയ്യണം, അത് പറ്റില്ല. ലീനിയർ സെർച്ച് പറ്റും, സ്റ്റാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് പോവാം, സോർട്ടഡ് അല്ലല്ലോ, വി ക്യാൻ ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. നെക്സ്റ്റ് ഇസ്, ഇവിടെ നമുക്ക് വേണ്ടത് ലെസ് മെമ്മറി മതി, ബിക്കോസ് കുറച്ച് മെമ്മറി എടുക്കാം, ലെസ് മെമ്മറി. വെരസ് ലെസ് മെമ്മറി, വെരസ് ദിസ് നീഡ്സ് മോർ മെമ്മറി. മോർ മെമ്മറി എന്തുകൊണ്ടാണ്? ഓരോ നോഡിനും ഒരു എക്സ്ട്രാ സ്പേസ് എടുക്കുന്നുണ്ട്. അത് എന്തിനാണ്? ഫോർ ദി പോയിന്റേഴ്സ്. പോയിന്റേഴ്സിന് എക്സ്ട്രാ സ്പേസ് വരും. You use extra space for pointers for each node, and so this will take more memory. Linked list will take more memory, whereas array will take only less memory. ഇനി ഒരെണ്ണം കൂടെ, ഇത് inefficient use of memory. Inefficient use of memory utilization. Whereas this is efficient use. അതിന് കാരണം പറയാമോ? ഇപ്പോൾ ഒരു അരേക്ക് 50 സ്പേസ് വേണമെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ 50 ഫ്രീ സ്പേസ് അടുപ്പിച്ചുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു ലിങ്ക് ലിസ്റ്റിൽ 50 സ്പേസ് ഉണ്ട്, പക്ഷേ പല ഭാഗത്തായിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, വേറെ ഇവിടെ ഉണ്ട്, ദെൻ യു ഹാവ് അനദർ വൺ ഹിയർ. പക്ഷേ കോൺസിക്യൂട്ടീവായിട്ട് 50 ഇല്ല. യു ഹാവ് റാൻഡംലി ദർ ആർ മെമ്മറി സ്പേസസ്. പക്ഷേ ലിങ്ക് ലിസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇതിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്രസ്സ് ഇവിടേക്ക് കൊടുത്താൽ മതി. സോ ദിസ് വിൽ പോയിന്റ് ഹിയർ. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്രസ്സ് പിന്നെ കിട്ടുന്ന ഇതാണെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ് ഹിയർ, ദെൻ യു ക്യാൻ യൂസ് ഇറ്റ് ഹിയർ. സോ എഫിഷ്യൻറ്റ് യൂസാണ്. മെമ്മറി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ എടുക്കാൻ പറ്റും. എന്നാൽ അരേക്ക് അങ്ങനെയല്ല. യു നീഡ് 50 സ്പേസസ് ടുഗെദർ ഓർ വാട്ട് എവർ നമ്പർ ഓഫ് സ്പേസസ് ദാറ്റ് യു നീഡ്, അത് നമ്മുടെ മെമ്മറിയിൽ അടുപ്പിച്ചുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അരേനെ യൂസ് ചെയ്യാൻ പറ്റൂ. സോ ജനറലി വി ഫിനിഷ്ഡ് an introduction. എന്തായിരുന്നു ലിസ്റ്റ്? നമ്മൾ പറഞ്ഞു, ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലീനിയർ കളക്ഷൻ ഓഫ് ഡേറ്റ ഐറ്റം ആണ്. ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ലീനിയർ കളക്ഷൻ ആണ്, പക്ഷേ ആ ഓർഡർ കാണിക്കുന്നത് പോയിന്റർ വെച്ചിട്ടാണ്. അപ്പോൾ പോയിന്ററിൻ്റെ അകത്ത് ഒരു നോഡിന് 2 ഭാഗങ്ങളുണ്ട്, ഒരു എലമെൻ്റും ഉണ്ട്, ഒരു പോയിന്റർ ഭാഗവും ഉണ്ട്. ഏറ്റവും അവസാനത്തെ പോയിന്റർ എന്ന് പറഞ്ഞാൽ നൾ പോയിന്റർ ആണ്. ദാറ്റ് വിൽ ഇൻഡിക്കേറ്റ് ദി എൻഡ് ഓഫ് ദ ലിസ്റ്റ്, ആൻഡ് ദർ ഇസ് എ സ്റ്റാർട്ട് നോഡ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ സ്റ്റാർട്ട് ഓഫ് ദ ലിങ്ക് ലിസ്റ്റ്. സോ ദ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റാർട്ടിൽ വരും. ഓക്കെ, ഇനി ഒരു there is something called an empty list. അത് പറയാൻ വിട്ടുപോയി. empty list. What is an empty list? empty list എന്ന് പറയുന്നത് ഒന്നുമില്ല, ലിങ്ക് ലിസ്റ്റേ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് എക്സ് വരും. സ്റ്റാർട്ടിൻ്റെ അവിടത്ത് യു വിൽ ഹാവ് എക്സ്. ദാറ്റ് മീൻസ് സ്റ്റാർട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ, നമുക്ക് നോഡ്സ് ഒന്നും വന്നിട്ടില്ല. ദാറ്റ്സ് കോൾഡ് ആൻ empty linked list. So when a linked list is empty, that is a linked list does not have any nodes, it is called as the start node. അപ്പോൾ എപ്പോഴും നമ്മൾ ലിങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തുടങ്ങുന്നത് empty list ആയിട്ടാണ്. പിന്നെ ഓരോ നോഡുകൾ ആഡ് ചെയ്യുമ്പോൾ empty list മാറി the number of nodes increases. Okay, so this is the basics of linked list.